ഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് സൈബർ ഭീഷണി. സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായും AI ഉച്ചകോടിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, AI മേഖലയിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണല്ലോ AI ഉച്ചകോടിക്ക് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. ഇപ്പോൾ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ആക്രമണമാണോ ലക്ഷ്യം വയ്ക്കുന്നത്? ഇക്കാര്യമാണോ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്? ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഉച്ചകോടിയാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നിർമ്മിത ബുദ്ധിയെ ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കാൻ സാധിക്കും, അതിൻ്റെ നേട്ടം എത്രത്തോളം ഉണ്ടാക്കാൻ സാധിക്കും, അത് ലോകത്തിനും രാജ്യത്തിനകത്തും അത് എത്രത്തോളം സാധ്യമാകും എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ക്ലാസുകളും ഒപ്പം അതിൻ്റെ പ്രദർശനങ്ങളും എല്ലാം തന്നെയാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. 20 രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക് കമ്പനികളിലൂടെ എല്ലാം തന്നെ മേധാവിമാരുൾപ്പെടെയുള്ള പ്രതിനിധി സംഘമുണ്ട്. അത്രയും വലിയൊരു ടെക്നോളജി സംബന്ധമായിട്ടുള്ള ഉച്ചകോടിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ആ ഉച്ചകോടിയിലാണ് ഇത്തരത്തിൽ സൈബർ ഭീഷണിയുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ട് ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ നൽകിയിട്ടുള്ളത്. ഈയൊരു മുന്നറിയിപ്പിനെ തുടർന്ന് AI ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ഭീഷണികൾ പ്രകടമാകാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും മുൻകരുതൽ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് AI ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്രയധികം വലിയൊരു ലോക ശ്രദ്ധയാകർഷിച്ച ഉച്ചകോടി നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, സൈബർ ആക്രമണം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഭീകരശക്തികൾ ശ്രമിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള മുൻകരുതൽ നടപടികളിലൂടെയും പ്രതിരോധ നടപടികളിലൂടെയും പ്രതിരോധിക്കാനാകും എന്ന കൃത്യമായ ആത്മവിശ്വാസമാണ് AI ഉച്ചകോടിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഗൗതം. ഓക്കെ ജിഷ്ണു, ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് നേരെ സൈബർ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ സുരക്ഷാ വിലയിരുത്തലുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.